കേരളത്തിലെ വികസനം അട്ടിമറിക്കാൻ നോക്കുന്നേ നരേന്ദ്രമോദി സർക്കാരേ എ വിജയനെ ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് എല്ലാ ഫെഡറൽ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് BJP ഇതര ഗവൺമെന്റുകളെ സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് തോന്നുന്ന നിലയിലുള്ള ഒരു ഭരണക്രമമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഗവൺമെന്റ് വന്നതിന് ശേഷം കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള GSTയുടെ കുടിശ്ശികയായിരുന്നാലും വിവിധ ഗ്രാന്റുകളായിരുന്നാലും വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തടഞ്ഞു വയ്ക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ ഗവൺമെന്റും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന ഗവൺമെന്റുകൾ GDPയുടെ 3.5% വായ്പ എടുത്ത് വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. ഇപ്പൊ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായ ഒരു തുടർഭരണം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമുക്ക് തരാനുള്ള വിവിധ ഗ്രാന്റുകൾ കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്ക് എടുക്കാനുള്ള വായ്പ നിഷേധിച്ചിരിക്കുകയാണ്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന മന്ത്രിസഭയും അതോടൊപ്പം ആ മുന്നണിയുടെ ജനപ്രതിനിധികളും ചേർന്നുകൊണ്ട് ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഡൽഹിയിൽ ഒരു ഐതിഹാസികമായ സമരം നടക്കുകയുണ്ടായി. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്ന് രാവിലെ 11 മണി മുതൽ 3 മണി വരെ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ഒരു സത്യാഗ്രഹ പരിപാടി നടക്കുകയാണ്. അപ്പൊ അതിന്റെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി കേരള സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്ത് മേഖലകളിൽ ഇത്തരത്തിൽ അനുഭവ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ കൊല്ലയിൽ പഞ്ചായത്തിലെ സദസ്സ് ഇന്ന് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ ചേരുന്നത്. ഈ സമ്മേളനത്തിന് ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിലേക്ക് വേണ്ടി ഈ സംഘാടക സമിതിയുടെ കൺവീനർ CPM-ന്റെ മഞ്ചവിള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് T. രാധാകൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്ന CPI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സഖാവ് KS വാസവൻ നായർ, ഈ വേദിയിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഒരു മഹാസമരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭയുടെയും പാർലമെന്റിലെയും അംഗങ്ങൾ സംയുക്തമായി ഇന്ന് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ ഒരു സമരം ആരംഭിച്ചിട്ടുണ്ട്.
നമുക്കറിയാം 2016 അധികാരത്തിൽ വന്ന സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഒട്ടേറെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്താണ് ആ ഗവൺമെൻറ് മുന്നോട്ട് പോയത്. നിപ്പ, ഓഖി ദുരന്തം, 2018 മഹാപ്രളയം, 2019 കാലവർഷക്കെടുതി, 2020 മുതൽ ആരംഭിച്ച് ഇപ്പോഴും അതിൻ്റെ അനവധികൾ കെട്ടടങ്ങിയിട്ടില്ലാത്ത കോവിഡ് എന്ന മഹാമാരി, ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് കേരളത്തിൽ മികച്ച ഒരു ഭരണം കാഴ്ചവെച്ചതിൻ്റെ ഫലമായി 2021 ആ ഗവൺമെൻറ്റിന് തുടർഭരണം ലഭിക്കുകയുണ്ടായി. ആ തുടർഭരണം ലഭിച്ചതിന് ശേഷം അതിൻ്റെ പ്രതികാരം എന്നോണം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ഈ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പ്രധാനമായും സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തെ ഞെരുക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നികുതി വിഹിതത്തിൻ്റെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതം 10ാം ധനകാര്യ കമ്മീഷൻ 3.85% അനുവദിച്ചിരുന്നെങ്കിൽ അത് 15ാം ധനകാര്യ കമ്മീഷനായപ്പോൾ 1.92% ചുരുങ്ങുകയാണ് ഉണ്ടായത്. 14ാം ധനകാര്യ കമ്മീഷൻ 2.5% അനുവദിച്ചത്. ഈ നിലയിൽ ഈ ശതമാനം കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് 18,000 കോടി രൂപയുടെ ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് GSTയുടെ വിഹിതം, GSTയുടെ നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന വിഹിതം അത് 2022 അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചതാണ് ഉണ്ടായിട്ടുള്ളത്. വേറൊന്ന് റവന്യൂ കമ്മി ഗ്രാൻഡ് ഇനത്തിൽ നമുക്ക് സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന 8,400 കോടി രൂപയുടെ കുറവ്, അത് നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടമായിരുന്നു. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആഭ്യന്തര വരുമാനത്തിൻ്റെ 3.5% ഇലക്ട്രിസിറ്റിയുടെ കൊടുത്താട്ട് 3.5% നമുക്ക് കടമെടുക്കാനുള്ള അവകാശമുണ്ട്. ആ കടമെടുക്കാനുള്ള അവകാശത്തിൽ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് പൊതുമേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ള കിഫ്ബി എടുക്കുന്ന ബഡ്ജറ്റിന് പുറത്തുള്ള കടം, വായ്പ, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് ക്ഷേമ പെൻഷനുകൾ യഥാസമയം മാസാമാസം കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള പെൻഷൻ കമ്പനി, ഈ കമ്പനികൾ എടുക്കുന്ന വായ്പ കൂടെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ കൊണ്ടുവന്നതിൻ്റെ ഫലമായി ഏകദേശം 19,000 കോടി രൂപയുടെ നഷ്ടമാണ്, ധനശോഷണമാണ് ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈ 4 പ്രധാന ഐറ്റങ്ങൾ മാത്രം 57,400 കോടി രൂപയുടെ കുറവ് നമ്മുടെ സർക്കാരിനോട് നടത്തിയിട്ടും കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങാത്ത ഒരു സാഹചര്യത്തിലാണ്. ഏറ്റവും ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ സമ്മേളനത്തിന്, ഈ സദസ്സിന് അധ്യക്ഷത വഹിക്കുന്ന CPIMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നമ്മുടെ ഈ സംഘടനയുടെ ചെയർമാനുമായിട്ടുള്ള സഖാവ് A. വിജയനാണ്. സഖാവിനെ ഏറെ ആദരവോടുകൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സദസ്സെ ഉദ്ഘാടനം ചെയ്യുന്നത് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സഖാവ് KS മധുസൂദനൻ നായർ ആണ്. സഖാവിനെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഇടത് മുന്നണിയുടെ പ്രധാന നേതാക്കളിൽ ഒരാൾ കൂടിയായിട്ടുള്ള സഖാവ് KS മധുസൂദനൻ നായരെ ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ CPIMന്റെ പാറശാല ഏരിയ സെന്റർ അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള സഖാവ് VS ബിനു ഇവിടെ സന്നിഹിതരാണ്. സഖാവിനെ ഏറെ ആദരവോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
CPM-ന്റെ പാറശാല ഏരിയ കമ്മിറ്റി അംഗവും പെരുങ്ങളുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് താണുപിള്ള ഇവിടെ എത്തിയിട്ടുണ്ട്. സന്നിഹിതനാണ്. സഖാവിനെ ഏറെ ആദരവോടുകൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് K. അംബിക ഇവിടെ സന്നിഹിതയാണ്. സഖാവിനെ ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള സഖാവ് അനില ഈ വേദി സന്നിഹിതയാണ്. സഖാവിനെ ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സഖാവ് ബൈജു ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സഖാവ് NV ഷൈൻ ഷാം ഇവിടെയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മഞ്ചോളാം ഡിവിഷന്റെ മെമ്പറായിട്ടുള്ള സഖാവ് KV പത്മകുമാർ ഇവിടെ സന്നിഹിതരാണ്. ഇവരെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കാനായി വിവിധ ബൂത്ത് കമ്മിറ്റികളിൽ നിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള അനൂപുരം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും മഞ്ചോളാം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ ബൂത്ത് കമ്മിറ്റികളുടെ സഖാക്കളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇന്ന് വിരമിക്കുന്നു. സഖാക്കളെ അഭിവാദ്യം. വേണ്ടി CPI-യുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് KS മസൂദൻ നായരെ ആദരപൂർവ്വം ക്ഷണിക്കുക. ഇന്ന് നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ ഇത്തരം പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ജോലിയും ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടല്ല ജന്തർ മന്ദിർ വരെ പോയത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്രവും കേരളവുമായി സംസ്ഥാനങ്ങളുമായി നടപ്പാക്കിയിട്ടുള്ള നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ആരുടെയും ഔദാര്യമല്ലാതെ നമുക്ക് അവകാശപ്പെട്ട സാമ്പത്തിക സ്രോതസ് മുഴുവൻ നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ തരാതിരിക്കുകയോ ചെയ്യുന്ന നടപടികളാണ് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗം നടത്തിയ സഖാവ് പറഞ്ഞതുപോലെ ഏതാണ്ട് 66,000 കോടി രൂപയാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ കേരളത്തിന് തരാനുള്ള കുടിശ്ശിക. നമുക്കറിയാം, 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി നമ്മുടെ മുന്നിൽ നടത്തിയ വാഗ്ദാനങ്ങളെ സംബന്ധിച്ചൊക്കെ ഒട്ടേറെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പാർലമെന്റ് മന്ദിരത്തിൽ വന്ന് കമന്ന് കിടന്ന് തൊട്ടുതൊഴുതടിച്ച് വന്ന് നമ്മോടെല്ലാം പറഞ്ഞത് വരുന്ന 100 ദിവസത്തിനകത്ത് നടത്തുന്ന പരിപാടികളെ കുറിച്ചായിരുന്നു. സാധാരണ ജനങ്ങൾ ടിവിയിലെ പായസത്തിന്റെ പരസ്യം പോലെ മധുരം ഉള്ളിൽ ഇറക്കിക്കൊണ്ട് നമ്മൾ ആ വാഗ്ദാനങ്ങളെല്ലാം കേട്ടവരാണ്. നമ്മുടെയൊക്കെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ തരും, വീട്ടിൽ നിങ്ങൾക്ക് വിറവെടുപ്പ് കത്തിക്കേണ്ടതില്ല, ഞങ്ങൾ ഗ്യാസ് തരും, വീടില്ലാത്തവർക്ക് വീട് തരുന്നത് ഒട്ടേറെ വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങളെല്ലാം അതിലേറെ കൂടിയത് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യും എന്ന ഒരു വാക്ക് കൂടി അന്നെ പറഞ്ഞു. നമ്മൾ ഓരോ ദിവസവും കഴിയുമ്പോൾ പ്രധാനമന്ത്രി ആ പറഞ്ഞതിന്റെ ഏതാണ്ട് ഒരു 10-20 ദിവസം കഴിയുമ്പോൾ
BJPയുടെ തൃശ്ശൂരുള്ള 2 നേതാക്കന്മാരെയാണ് കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അറിയുന്നത് എന്തെല്ലാം രാജ്യത്ത് നടത്താൻ കഴിയുന്ന അഴിമതികൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നടത്തുന്നതിന് സന്നദ്ധതയുള്ള അംഗങ്ങളാണ് പാർലമെന്റിൽ അവരോടൊപ്പം ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ 5 കൊല്ലം, ഈ കൊല്ലമല്ല 14 അധികാരത്തിൽ വന്ന 5 കൊല്ലക്കാലം അവർ മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ കണ്ടുകൊണ്ട് കേരളത്തിൽ നടത്തിയ പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ ഒരു തരി പോലും വിജയിക്കാതെ വന്നപ്പോഴാണ് അപ്പോ കേരളത്തെ വിട്ട് മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ കൈവച്ച് അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നത്. നമുക്കറിയാം, അന്നത്തെ കർണാടകത്തിൽ ജയിച്ചു വന്ന കോൺഗ്രസിന്റെ സർക്കാർ, ഗോവയിൽ ജയിച്ചു വന്ന സർക്കാർ, ഇവരെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് കുതിരക്കച്ചവടം നടത്തി അവർ BJPയുടെ മുഖ്യമന്ത്രിമാരെ അവിടെയെല്ലാം അവരോധിച്ചു. രാജ്യത്തെ നിയമങ്ങൾ മുഴുവൻ മാറ്റി. ചരിത്ര കൗൺസിലിനെ പിരിച്ചുവിട്ടു. ആ കൗൺസിലിൽ BJPയുടെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യയുടെ പുതിയ ചരിത്രം എഴുതുന്നതിന് വേണ്ടി നിയോഗിച്ചു. അവരെഴുതുന്ന ചരിത്രങ്ങൾ, നമ്മൾ പുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ള പുരാതനമായ കാര്യങ്ങൾ മുഴുവൻ അവരത് മാറ്റിമറിച്ചുകൊണ്ട് BJP സർക്കാരിന്റെ അല്ലെങ്കിൽ BJPയുടെ അതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ആ 5 കൊല്ലക്കാലം അവർ വിചാരിച്ച കാര്യങ്ങൾ ഒന്നും നടക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ 2ാം തവണ അധികാരത്തിൽ വന്നപ്പോഴാണ് കേരളത്തെ എങ്ങനെ അവിടെ BJPയോ RSSോ പ്രവർത്തിച്ചാലൊന്നും അവർ വിചാരിച്ചാൽ കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ കൈവച്ചു തുടങ്ങി. അതിന്റെ ഒരു പ്രധാനമുള്ള അവകാശങ്ങൾ കേരളത്തിന്റെ ബന്ധത്തിനനുസരിച്ച് സംസ്ഥാനത്തിന് നടപ്പാക്കാനുള്ള കാര്യങ്ങളുണ്ട്, കേന്ദ്രം നടപ്പാക്കാനുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ കേരളവും സംസ്ഥാനവും കേന്ദ്രവുമായി ആലോചിച്ച് ചെയ്യാനുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ സംസ്ഥാനം നടത്താനുള്ള ഒരു വിഷയമായിരുന്നു സഹകരണം. അവർക്ക് മനസ്സിലായി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സഹകരണ മേഖല എന്ന് പറയുന്നത് ഇരുമ്പ് ചങ്ങലയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ആദ്യമായി അവർ ആ സഹകരണ മേഖലയെ പൊളിക്കാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തി. അവർ നടത്തിയത് സഹകരണ മേഖല തന്നെ, സഹകരണത്തിന് വേണ്ടി കേന്ദ്രത്തിൽ ഒരു വകുപ്പ് തന്നെ വരികയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ അതിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് അവർ അനുദിനം നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിൽ നമുക്കറിയാം, ഒട്ടേറെ നമ്മുടെ പ്രദേശങ്ങളിൽ മുഴുവൻ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ, ഒരുപക്ഷെ 2-3 ബാങ്കുകളിലെല്ലാം അഴിമതി നടന്നേക്കാം. ആ ബാങ്കുകളെ ഉന്നം വെച്ചുകൊണ്ട് അവർ അതിനെ, ആ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവർ നടത്തി. അവർ നടത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ സഹകരണ മേഖല അതിന് കെടുകാര്യസ്ഥതയും അഴിമതിയും നടത്തിയ ഉദ്യോഗസ്ഥരെ കണ്ടുപിടിച്ചത് കേരളത്തിന്റെ സഹകരണ ഉദ്യോഗസ്ഥന്മാരാണ്. കണ്ടുപിടിച്ച നടപടിയെടുത്തതിന് ശേഷമാണ് അവർ ഓടി വന്ന്, കേന്ദ്രം EDയും അവരും എല്ലാം ഓടി വന്ന് പിടിച്ച 2-3 സംഘങ്ങളാണ് അവർ ഉന്നം വെച്ചുകൊണ്ട് മറ്റു മുഴുവൻ സംഘങ്ങളെയും അഴിമതിയുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ കാശ് ദൂർത്തടിക്കുന്നു എന്ന് പറഞ്ഞ ലിസ്റ്റിൽ കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നും നമുക്കൊക്കെ അത്യാവശ്യത്തിന്
നമ്മുടെ കൊച്ചുങ്ങളുടെ പഠിത്തത്തിനോ അവരുടെ കല്യാണത്തിനോ വീട് വയ്ക്കാനോ ഉള്ള ലോണുകൾ സമ്പാദിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരുടെ അത്താണിയായ സഹകരണ ബാങ്കുകൾ ഇന്നും ഒട്ടേറെ വിശ്വാസ്യതയോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലാണ് അവർ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, ഒന്നൊന്നായി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നീതിയും ന്യായവും ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത് തന്നെ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസുമായ ഒരു 3 അംഗ സമിതിയാണ്. പുതിയ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്തരം ചെപ്പടി വിദ്യകൾക്ക് നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ അവർ ആ 3 അംഗ സമിതിയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിക്കൊണ്ട് വകുപ്പ് മന്ത്രിയെ എടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തവരാണവർ. രാജ്യത്തെ എല്ലാവരെയും, രാജ്യത്തെ ആളുകളെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ കാശ് കൊണ്ടും ഭീഷണി കൊണ്ടും കീഴ്പ്പെടുത്താമെന്ന ഒരു ധാരണയോടുകൂടിയാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് അവരുടെ ഒരു നടപടിയും നടക്കുന്നില്ല എന്ന് നേരത്തെ നമ്മുടെ സ്വാഗതം പറഞ്ഞ സഖാവ് പറഞ്ഞു. ഒട്ടേറെ വിഷയങ്ങൾ കേന്ദ്രത്തിൽ മുമ്പ് തിരിച്ചുവിട്ടുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുന്നതിന് സമ്മതമില്ല എന്ന് അറിയിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പൊ എന്താ സ്ഥിതി? ഒട്ടേറെ BJP ഇതര സംസ്ഥാനങ്ങൾ മുഴുവൻ തന്നെ, അതിലുള്ള പ്രതിനിധികൾ മുഴുവൻ തന്നെ ഇന്നത്തെ നമ്മുടെ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ധർണയിൽ അവരെല്ലാം പങ്കെടുക്കുകയാണ്. ആദ്യത്തെ 5 വർഷക്കാലം നിങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള കോളനികളും മറ്റ് ഇതര ചെറിയ ജാതി സംഘടനകളെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് അവർക്കെല്ലാം പാലും തേനും ഒഴുക്കാമെന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവർ നമ്മുടെ മുന്നിൽ വന്നത്. അതിലൊരുപക്ഷെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരും അതിലൊഴിച്ചു പോയിട്ടുണ്ട്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞു വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതെല്ലാം കാപട്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ എല്ലാം പയ്യെ തിരിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് മനസ്സിലായത്. എന്തിനേറെ പറയുന്നു, BJP സർക്കാരിനെ എതിർക്കുന്നതിന് വേണ്ടി രാജ്യത്തുള്ള മുഴുവൻ സംഘടനകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് പാർട്ടികൾ, പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും സംസ്ഥാന പാർട്ടികളും ഒക്കെ ഒരുമിച്ചുകൊണ്ട് BJPയെ എതിർക്കുന്നതിന് വേണ്ടി ഒരു മുന്നണി രൂപീകരിച്ചപ്പോ ആ മുന്നണി രൂപീകരിച്ച് പേര് നിർദ്ദേശം വന്നപ്പോൾ ഇന്ത്യ എന്ന് പേര് കേട്ടപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പേര് തന്നെ മാറ്റിക്കൊണ്ട് ഭാരതം എന്ന് മാറ്റി ഓടി ഒളിച്ചവരാണ് ഇന്നത്തെ ഈ പ്രധാനമന്ത്രി എന്നുള്ളത്. നമ്മളെന്തെല്ലാം കേട്ടു, ചായക്കടക്കാരന്റെ മകനാണ്, ഒരു മറ്റേ കല്യാണം കഴിക്കാത്തവനാണ്, ഇതെല്ലാം പൊള്ളയായ വർത്തമാനമാണെന്ന് അനുദിനം കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കായി മനസ്സിലായി. നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 അധികാരത്തിൽ വരുമ്പോ ഒട്ടേറെ പ്രതിബന്ധങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു. അത് നിപ്പ ആയാലും കോവിഡ് ആയാലും പ്രളയമായാലും പ്രളയങ്ങളായാലും അതെല്ലാം സധൈര്യം നമ്മൾ നേരിട്ടപ്പോൾ അതിനെയെല്ലാം അവർക്ക് ചെറുക്കാൻ, കേന്ദ്രത്തിൽ ചെറുക്കാൻ പല അടവുകൾ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല എന്നൊരു വസ്തുത ഇന്ന് നിലനിൽക്കുകയാണ്. കോവിഡിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം. കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി നമ്മുടെ രാജ്യം അടച്ചിട്ട മാതിരിയായപ്പോ അവരെ സംരക്ഷിക്കാൻ കേരളമാണ് ആദ്യമായി മുന്നിട്ടിറങ്ങിയത്. അതിന്റെ ചികിത്സിക്കാൻ വേണ്ടി വന്ന പണം മുഴുവൻ കേരളത്തിലെ സംസ്ഥാനം ചെലവാക്കും എന്ന വാഗ്ദാനം നമ്മുടെ മുഖ്യമന്ത്രി നടത്തുമ്പോ അന്ന് കേന്ദ്രം അറച്ചു നിന്നു. അമേരിക്കയുടെ തിട്ടൂരമായ അവരുടെ രീതി അനുസരിച്ച് അമേരിക്കയ്ക്ക് അനുകൂലമായി നിന്ന പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യം ഇന്ന് ഭരിക്കുന്നത്. കേരളം പറഞ്ഞ കേന്ദ്രത്തിന്റെ ഒരു പൈസ വേണ്ട. കേരളത്തിലെ ഒരാളും ഈ അസുഖം വരുമ്പോൾ അവർക്ക് കാശില്ലാത്ത, ചികിത്സിക്കാത്ത ഒരു പ്രശ്നമുണ്ടായില്ല.
കേരളത്തിൽ എത്ര ആളുകൾ രോഗം വന്നാലും അവരെ ചികിത്സിക്കാൻ കേരളം തയ്യാറാണ് എന്ന് പറയുക മാത്രമല്ല, കേരളത്തില് കോവിഡ് മൂലം വന്ന നമ്മുടെ സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. അച്ഛൻ അസുഖമായി കിടന്നാൽ മകന് പോകാൻ കഴിയാത്ത സ്ഥിതി, മകൻ മരിച്ചു കിടന്നാൽ അമ്മയ്ക്ക് പോയി കാണാൻ കഴിയാത്ത സ്ഥിതി, മരിച്ചു കിടക്കുന്ന ജനം റോഡിൽ കിടക്കുന്ന സ്ഥിതി എല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായപ്പോ കേരളത്തിൽ അച്ഛനും അമ്മയുമല്ല, കുടുംബമല്ല, രാജ്യത്തെ ചെറുപ്പക്കാർ അത്തരത്തിലുള്ള മരണം പോലും വെല്ലുവിളിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നടത്താൻ തയ്യാറായിരുന്നു. അത് അസുഖത്തിനുള്ള ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിലായാലും, അവരുടെ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായാലും, അവരുടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യത്തിലായാലും, അല്ല മരണപ്പെട്ടാൽ ആ ജഡം കൊണ്ടുപോയി സംസ്കരിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ കേരളത്തിലെ ചെറുപ്പക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല, അവസാനം ചെറുപ്പക്കാർ സമൂഹത്തിൽ നിന്ന് അവർ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കേരളത്തിൽ കാണുകയുണ്ടായി. അത് മറ്റെവിടെയാണ് ഉണ്ടായത്? നമ്മൾ ടി വി മാധ്യമങ്ങൾ മുഴുവൻ കാണുമ്പോൾ കിലോമീറ്ററോളം നടന്ന് വീടുകളിലെത്തുന്ന നമ്മുടെ മറ്റ് സംസ്ഥാനത്തിലെ ആളുകളെ സംബന്ധിച്ച് നടന്നു പോകുന്ന വഴിയിൽ തലകറങ്ങി തലചുറ്റി വീണ് മരിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഒട്ടേറെ കണ്ടതാണ്. അതിനെല്ലാം സധൈര്യം നേരിട്ട കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തൊട്ടുവന്ന പ്രളയം 1-2 തവണയാണ് നമുക്ക് വന്നത്. ഈ സമയത്തെല്ലാം നമുക്കുണ്ടാകുന്ന നമ്മുടെ സാമ്പത്തികമായി നമ്മൾ ശ്വാസം മുട്ടിക്കുന്ന നടപടികളാണ് ഒന്നൊന്നായി പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നടത്തിക്കൊണ്ടിരുന്നത്. പ്രളയം വന്നപ്പോൾ നിരീക്ഷകർ വന്നു, കേന്ദ്രത്തിൽ നിന്നു നിരീക്ഷകർ വന്ന് കണക്കെടുത്തു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കിലെടുത്തു. പാവപ്പെട്ടവർക്ക് നൽകുന്നതിന് വേണ്ടി സൗജന്യമായി വിതരണം ചെയ്യാൻ അരി എത്തിച്ചു. ആ അരി എല്ലാം വിതരണം ചെയ്തു. അവസാനം പ്രിയപ്പെട്ടവരെ, അവസാനം കേരളം കൊടുക്കാനുള്ള കാശ്, ഈ പ്രളയത്തിൽ തന്ന അരിയുടെ കാശ് ഉൾപ്പെടെയുള്ള കാശ് പൂർണ്ണമായി കേന്ദ്രത്തിൽ നിന്നും അനുവദിക്കാനുള്ള വിഹിതത്തിൽ നിന്നും തട്ടിക്കഴിച്ചാണ് ബാക്കി തുകകൾ കിട്ടുന്നത്. എന്തൊരു പ്രതിഭാസമാണ്! അത്തരത്തിൽ ഏവരെയും സഹായിക്കുന്ന, എല്ലാവരെയും സഹായിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുമ്പോൾ ആ സർക്കാരിനെ ശ്വാസം മുട്ടിക്കാനുള്ള നടപടികളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരും ഇന്ന് അവിടെ ധർണയിരിക്കുന്നത്. ആ ധർണയ്ക്ക് ആധാരം ലക്ഷ്യം അവരുടെ ഔദാര്യം ചോദിച്ചു വാങ്ങാൻ പോയതല്ല. കേരളത്തിന് കിട്ടാനുള്ള അധികാരം, കേരളത്തിന് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ അത് പിടിച്ചെടുക്കുമെന്ന് അവരെ അറിയിക്കാൻ പോയതാണ്. അത്തരത്തിലുള്ള സമരം ഒരുപക്ഷെ നമുക്കൊക്കെ മന്ത്രിമാർ സമരം ചെയ്യുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സമരം ചെയ്യുന്നതൊക്കെ നമ്മുടെ എല്ലാം കേട്ടറിഞ്ഞ കാര്യങ്ങളാണ്, കേട്ടറിഞ്ഞിട്ട് പോലുമില്ല. എന്നാൽ ഇത്തരം വിഷയങ്ങളെല്ലാം നമ്മൾ ഓരോന്നായി പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് രൂപീകരിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ക്രൈസിസ്. ഭൂമി ഇടപാടിൽ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ ED കേസ് ചാർജ് ചെയ്ത് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം രാജിവെച്ചപ്പോൾ അവിടെ വന്ന് അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് ഗവർണർ മുൻപിൽ ലിസ്റ്റ് സമർപ്പിച്ചിട്ടും ഒരാഴ്ചയോളം കാലമാണ് അടുത്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള അനുവാദം ഗവർണർ നൽകിയത്. നടത്തി വിജയിപ്പിക്കാനുള്ള കുതിരക്കച്ചവടങ്ങൾ മുഴുവൻ നോക്കി. 44 അംഗ മന്ത്രിസഭ, ഇന്ത്യ മുന്നണിയുടെ അംഗങ്ങളായ 41 പേരും, ഒരാൾ പോലും കുറയാതെ 41 പേരും ഒറ്റക്കെട്ടായി നിന്നപ്പോ മറ്റു മാർഗമൊന്നുമില്ലാതെ മറ്റു കുതിരക്കച്ചവടം എന്തു നടത്തിയാലും നടക്കില്ല എന്ന് വന്നപ്പോ അവസാനം അവിടെ പുതിയ മുഖ്യമന്ത്രിയെ ചുമതലക്കാനുള്ള അനുവാദം കൊടുത്തു. ഇത് ഈ ഇന്ത്യ മുന്നണി തൊട്ടു മുമ്പേ കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായിരുന്നു എങ്കിൽ അന്ന് കർണാടകത്തിൽ ഈ ഗതി ഉണ്ടാകില്ലായിരുന്നു, അന്ന് ഗോവയിൽ ഉണ്ടാകില്ലായിരുന്നു. അത് എന്താണെന്നറിയില്ലാത്ത പ്രധാനമന്ത്രിയാണ് കല്ലിട്ട്, പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്തൊരു വിരോധാഭാസമാണ്! എല്ലാം ഞാൻ തന്നെ, സർവ്വതും ഞാനാണ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം മുട്ടിക്കുന്ന നടപടികൾ ഒന്നൊന്നായിട്ടാണ് വരുന്നത്.
ഒട്ടേറെ വാഗ്ദാനങ്ങൾ നമുക്ക് തന്നെ അറിയാം. ഗ്യാസിന്റെ വില, ഇന്ധനത്തിന്റെ വില ഇതെല്ലാം കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ദിനം പ്രതി അത് കൂടിക്കൊണ്ട് പോകുന്നതിന് ഇപ്പോൾ തന്നെ ഏതാണ്ട് 110 രൂപയുടെ പെട്രോൾ എത്ര ദിവസമായിട്ടാണ് തുറന്നുകൊണ്ട് പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് 70-80 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് രാജ്യത്തുള്ളപ്പോൾ നമ്മൾ ഇന്നും കൊടുക്കുന്നത് 110 രൂപയാണ്. അങ്ങനെ കുത്തക മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം 2014 അധികാരത്തിൽ വന്ന BJP സർക്കാർ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 100 ഇരട്ടിയാണ് സമ്പന്നന്മാർ വളർന്നത്. എന്നാൽ പാവപ്പെട്ടവരോ അതേപോലെ പുറകോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണ് ആകെ ഒരു സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങുള്ള സർക്കാർ ഇന്ന് നടന്നു വരുന്നത്. ഏത് സംസ്ഥാനം എടുത്താലും BJP ഇതര സംസ്ഥാനങ്ങളല്ലാതെ മറ്റൊരു സംസ്ഥാനവും സാധാരണക്കാരന്റെ ഉന്നമനത്തിന് വേണ്ടിയോ സാധാരണക്കാരന്റെ ഉൽപ്പാദനത്തിന് വേണ്ടി മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയോ അല്ല കാര്യങ്ങൾ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് എങ്ങനെയാണോ ഇത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചപ്പോഴും നമുക്ക് നമ്മളെ കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ ഇപ്പൊ 2-3 മാസം 3-4 മാസം മുടക്കത്തിലാണ്. എന്ത് സംഭവിച്ചതില്ല? നമുക്ക് കിട്ടാനുള്ള കാശുകൾ കഴിഞ്ഞ 5 വർഷം, ആദ്യത്തെ 5 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ സ്വന്തം വീടിലുള്ള കൂടപ്പുറപ്പുകളെ നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായി ഞെരുക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഒക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസമായാലും കേരളത്തിലെ വ്യവസായമായാലും കേരളത്തിലെ ആരോഗ്യ ആരോഗ്യമായാലും ആ മേഖലകളുടെ പ്രവർത്തനങ്ങളെല്ലാം ഇത് പറയുമ്പോൾ അതിന്റെ ഒരു വശം കേന്ദ്ര സർക്കാർ ഏറ്റവും ഉന്നതമായ അംഗീകാരം കൊടുത്തുകൊണ്ട് നമ്മളെ അംഗീകരിച്ചുകൊണ്ട് പോവുകയാണ്. എന്തുകൊണ്ട്? ആരോഗ്യ മേഖലയിൽ കേരളം നടത്തുന്ന പ്രവർത്തനം, വ്യവസായത്തിന്റെ കാര്യത്തിൽ കേരളം നടത്തുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് പൂട്ടിക്കിടന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെ എല്ലാം തുറക്കുന്നതിനും അത് ലാഭകരമായി പ്രവർത്തിപ്പിക്കുന്നതിനും അത് നഷ്ടത്തിൽ വന്നാൽ അത് ലാഭകരമാക്കാം എങ്ങനെ എന്നുള്ള വ്യവസ്ഥകൾ കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ആ സർക്കാരിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമം കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ അതിനെതിരെ ഞങ്ങൾ മുട്ടുമടക്കില്ല എന്ന് പറയുന്നതിന് വേണ്ടി ആണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റു നേതാക്കന്മാരുമായി ഇന്ന് ഡൽഹിയിൽ നടത്തുന്ന സമരം. അതിൽ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരം ചെറുതും വലുതുമായ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നും ഒരു മണ്ഡലം പോലും അവർക്ക് പിടിക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ പ്രവർത്തനം സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടുന്ന് ഒരു ആരംഭം കുറിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാറശാല ഏരിയ സെന്റർ അംഗവും പെരിങ്ങടവിള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ സഹോദരി താഴെ ക്ഷണിക്കുക. സ്നേഹമുള്ള ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ അധ്യക്ഷൻ CPM-ന്റെ ലയൻസുകാരൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് A. വിജയൻ, ഈ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ CPI-യുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് മധുസൂദനൻ നായർ, ഇവിടെ പങ്കെടുത്ത് പെരുങ്കടവിള യോഗത്തിലേക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗം, പാർട്ടിയുടെ ഏരിയ സെന്റർ അംഗമായിട്ടുള്ള സഖാവ് ES വിനു, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് K. അംബിക, നമുക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ച ഈ സംഘാടക സമിതിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള മഞ്ജുള ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് രാധാകൃഷ്ണൻ സാർ, സഖാവ് അനില CPI-യുടെ നേതാവും കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, നമ്മുടെ വൈസ് പ്രസിഡന്റ് സന്ധ്യയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഖാവ് KV പത്മകുമാർ,
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള സഖാവ് ബൈജു, സഖാവ് ഷൈൻ ഷാം ഉൾപ്പെടെ, സഖാവ് ജ്യോതിഷാണി ടീച്ചർ ഉൾപ്പെടെയുള്ള, മഹേഷ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് ശ്രീകണ്ഠ സാറിനെ പോലെയുള്ള പത്മശ്രീ CIT നേതാവ് ഗോപിനാഥ്. അപ്പോൾ ഒരു ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഇന്ന് ഫെബ്രുവരി 8 LDFന്റെ സമര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടാവുന്ന ഒരു ദിനമാണ്. നിങ്ങളിൽ നിന്ന് 10:30 മണി മുതൽ വൈകുന്നത് വരെ എല്ലാ ചാനലുകളും ഞങ്ങളുടെ വാർത്തകൾ നൽകാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാർത്തകൾ അപ്രസക്തമെന്ന് കണ്ടിരുന്ന ചാനലുകൾ പോലും, അത് പ്രാദേശിക മാധ്യമങ്ങളായാലും ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സമരം ഡൽഹി നടന്നിട്ടില്ല. ഇന്നലെ ഒരു സമരം കർണാടകത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയൊക്കെ നടത്തി. എന്നാൽ ഇന്നത്തെ സമരം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശം ആരുടെ ഔദാര്യമല്ല. ആ ഡൽഹിയിൽ പ്രസംഗിച്ച മുഴുവൻ ദേശീയ നേതാക്കളും പറഞ്ഞത്, ഇത് ഞങ്ങൾ കുത്തുവാള എടുത്തുകൊണ്ട് ഡൽഹിയിൽ നിങ്ങളുടെ മുമ്പേ ഓച്ചാനിക്കാൻ വന്നതല്ല. ഇത് കേരളത്തിന്റെ ആലോചന വിഹിതമാണ്. കേരളത്തിന്റെ ഫെഡറൽ സംവിധാനം, ഇന്ത്യൻ യൂണിയൻ എന്ന സങ്കല്പത്തെ നിങ്ങൾ തകർക്കുകയാണ്. അതിനെതിരായിട്ടുള്ള സമരമാണ് എന്ന് പറഞ്ഞ കാര്യം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളിൽ ലൈവായി കണ്ടു കാണും എന്നുള്ളതാണ്. ഇത് ഒരു സുപ്രഭാതത്തിലും ഡൽഹി പോയതല്ല. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരന്തരമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാന്യനായ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ മുമ്പേയും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന്റെ മുമ്പേയും തുടങ്ങി ഇന്ത്യയുടെ റെയിൽവേ കാര്യ വകുപ്പ് മന്ത്രിയുടെ മുമ്പേയും ഈ കേരളത്തിന്റെ ന്യായമായ അവകാശങ്ങൾ നമുക്ക് തരണമെന്ന് നിരന്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം ഇന്ത്യയുടെ പാർലമെന്റിൽ കുറവാണ്. ഞങ്ങൾക്ക് 5 പേരേ ഉള്ളൂ, 5 പേരേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. എന്നാൽ രാജ്യസഭാ മെമ്പർമാരുണ്ടല്ലോ. ഞങ്ങളുടെ രാജ്യസഭാ മെമ്പർമാരും ലോകസഭാ മെമ്പർമാരും ചേർന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ അവരെ കൊണ്ടാകാവുന്ന പ്രതിഷേധങ്ങളെല്ലാം രേഖപ്പെടുത്തി. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിന്റെ ആ അഫിഡാവിറ്റ് കേന്ദ്രം കൊടുത്തിട്ടുള്ളത് ഒരു നയാ പൈസ ഇനി കേരളത്തിന് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്ത് ധിക്കാരപരമായ നടപടിയാണ്. നിങ്ങൾ നോക്കൂ, ഡൽഹിയിൽ ആരെല്ലാമാണ് അതിൽ പങ്കെടുത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രി, മറ്റ് 19 മന്ത്രിമാർ, എല്ലാ MLA-മാരും ഇടതുപക്ഷത്തിന്റെ, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ MP-മാർ, 2 മുഖ്യമന്ത്രിമാർ. ഒന്ന് ED എപ്പോൾ അറസ്റ്റ് ചെയ്യാമെന്ന് പിറകെ നടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ, അദ്ദേഹത്തിന്റെ പിറകെ ഇങ്ങനെ നടക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഉദ്ഘാടകൻ ED-യുടെ കാര്യം. 2 ഭഗവത് മാൻ, പഞ്ചാബിലെ മുഖ്യമന്ത്രി. മറ്റൊന്ന് കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള. മറ്റ് നമ്മുടെ സംസ്ഥാനമായ തമിഴ്നാടിലെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ആശംസയുമായി അദ്ദേഹം നിയോഗിച്ച IT മന്ത്രി അവിടെ പങ്കെടുത്തില്ലേ? UP-യിലെ സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാ MP കപിൽ സിബാൽ ആ യോഗത്തിൽ പങ്കെടുത്തോ? അതല്ലേ കേരളത്തിലെ KPCC-യും VD സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാം എന്തെല്ലാം പറഞ്ഞാലും കർണാടകത്തിലെ കോൺഗ്രസ്, കർണാടകത്തിലെ മന്ത്രിമാർ, മല്ലികാർജുന ഖാർഗെ അടക്കം, അവരാണല്ലോ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ. അദ്ദേഹം ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു.
കേരളത്തെ പേടിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ പേടിയുള്ളത് കൊണ്ട് അങ്ങോട്ട് പോയില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിക്കുമ്പോൾ ഇത് വെറുതെയാണ്, കേരളത്തിൽ ദൂർത്താണ്, കേരളത്തിൽ അഴിമതിയാണ്, കേരളത്തിൽ പിടിപ്പുകേടാണ്, അതുകൊണ്ടാണ് ഇവിടെ ഖജനാവ് കാലിയാകുന്നതെന്ന് പാടി നടന്നവർ, പറഞ്ഞു നടന്നവർ ഇവിടുത്തെ കോൺഗ്രസ്. നിങ്ങൾ നോക്കൂ, കർണാടകയിൽ ഇന്നലെ 7-ാം തീയതി ഇന്നലെ ഡൽഹിയിൽ ജന്തമന്ദിറിൽ അവർ സമരത്തിന് പോയില്ലേ? ഡൽഹിയിൽ അവർ പോയില്ലേ? അവിടെ അഴിമതിയാണോ? അവിടെ ദൂർത്താണോ? അവിടെ പിടിപ്പുകേടാണോ? അത് പറയേണ്ടത് ഇവിടുത്തെ കോൺഗ്രസ്സാണ്. ഈ മഞ്ചളാത്ത അതിന്റെ ആഫീസ് കൂട്ടി നിൽക്കുകയാണ്. നമുക്കറിയാം കോൺഗ്രസ് ഇല്ല ഇവിടെ. ഇവിടെ ഉണ്ടോ? കോൺഗ്രസ് ഉണ്ടോ? കോൺഗ്രസ് അല്ല, BJP പോയില്ലേ? അത് ദേശീയ തലത്തിൽ പോകുന്നതിന്റെ ഭാഗമായി ഇവിടെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോൺഗ്രസിനോട് ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കോൺഗ്രസ് ഇല്ലല്ലോ, ഉണ്ടെങ്കിലേ അവർക്ക് പറയാൻ പറ്റും. പക്ഷെ BJP പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവമതിക്കണ്ടേ? നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഈ കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ അവകാശം ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമാണോ? കോൺഗ്രസുകാർക്ക് വേണ്ടിയാണോ? നിങ്ങൾക്ക് കൂടി വേണ്ടിയല്ലേ? നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ വാങ്ങുന്നവരില്ലേ? നിങ്ങളുടെ വീട്ടിൽ അരി വാങ്ങുന്നവരില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നവരില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ പോകുന്നവരില്ലേ? നിങ്ങൾ നടക്കുന്ന റോഡ് നന്നാക്കണ്ടേ? നിങ്ങൾ പോകുന്ന പാലങ്ങൾ നന്നാക്കണ്ടേ? അതിലുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് രാധാകൃഷ്ണൻ സാറും അതുപോലെ ഉദ്ഘാടകനും അധ്യക്ഷനും പറഞ്ഞതുപോലെ 57,000 കോടി രൂപ ഇന്നലെ ഇവിടെ പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയപ്പോ പറഞ്ഞില്ലേ? 57,000 കോടി. ഒരു മാസം പെൻഷൻ കൊടുക്കാൻ 1000 കോടി മതി. മനസ്സിലായില്ലേ? എനിക്കല്ലേ സുമാര സഹോദരി എപ്പോ പൈസ കിട്ടുമെന്ന് കണ്ടിരിക്കുക അല്ലേ? ഒരു മാസം പൈസ കൊടുക്കാൻ 1000 കോടി മതി. ആ 57,000 കോടി തന്നാൽ 57 മാസം പെൻഷൻ കൊടുത്തൂടെ? നിർമ്മല സീതാരാമനാണ് പാർലമെന്റിലെ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് അവരടക്കം പറയുന്നുണ്ട്. ആരെ നിർത്താനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. നിർമ്മല സീതാരാമൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും ധനമന്ത്രിയോടും ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെ കടം വാങ്ങി പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കടമെടുത്ത് പെൻഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, മറ്റൊരു സ്റ്റേറ്റിലും അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ എന്ന് തിരുവനന്തപുരത്ത് ഒന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി പെൻഷൻ വാങ്ങുന്നവരുടെ വോട്ട് വേണ്ടേ? അവരുടെ വീട്ടിൽ പോണ്ടേ? മറുപടി പറയേണ്ടത് BJP-യാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇപ്പോ നമ്മളെ സംബന്ധിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 9-ാം തീയതി പാർലമെന്റ് പിരിയുന്നു. 10-ാം തീയതി പ്രഖ്യാപിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇപ്പൊ എല്ലാം ഗ്യാരണ്ടിയാണ്. എല്ലാം TV ഒക്കെ ഒന്ന് തുറന്നു നോക്ക്, എല്ലാം ഗ്യാരണ്ടി. മോഡിയുടെ ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞിട്ട് പോയെടുത്ത് നാട്ടുഭാഷയെ പറഞ്ഞാൽ പിന്നെ അല്ലേ ഇല്ല, കണ്ടില്ല. എന്തെല്ലാം ഗ്യാരണ്ടിയാണ് ഇവിടെ പറഞ്ഞത്? എന്തെങ്കിലും നടപ്പിലായോ? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നല്ലോ, 1ാം പിണറായി സർക്കാർ. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ആദ്യമായി വന്നത് പ്രളയം. കേരളത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ? UDF ആയിരുന്നു വീണ്ടും അധികാരത്തിൽ ഇരുന്നെങ്കിൽ എത്ര ആയിരം മരിക്കുമായിരുന്നു? എത്ര ആയിരത്തിന് ജീവഹാനി ഉണ്ടാകുമായിരുന്നു? അതല്ലേ ആ പ്രളയത്തിലെ നൽകേണ്ട ധനസഹായം പോലും നാളിതുവരെ പൂർണ്ണമായി നമുക്ക് നൽകിയിട്ടില്ല. കേരളം പറഞ്ഞു, വിദേശ രാജ്യങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ വരും, നിങ്ങളെ സഹായിക്കാം. പക്ഷെ മോഡി പറഞ്ഞു അങ്ങോട്ട് പോകണ്ട. വിദേശത്ത് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൺകറന്റ് വേണം, NOC വേണം, അവരെ അനുമതി തരേണ്ടത്. പക്ഷെ ഞാനിവിടുത്തെ BJP-ക്കാരോട് വിനയത്തിന്റെ ഭാഷയെ ചോദിക്കട്ടെ, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നരേന്ദ്രമോദി തന്റെ സംസ്ഥാനത്ത് ദുരിതമുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യം വിദേശത്ത് പോയി പണം സമ്പാദിച്ചു വന്നെന്ന് വ്യക്തിപരമായി സംഭവിച്ചെന്നല്ല പറയുന്നത്, പണം കൊണ്ടുവന്നില്ലേ? അപ്പൊ നരേന്ദ്രമോദിക്ക് പോകാം,
ഗുജറാത്തിലെ മറ്റ് മുഖ്യമന്ത്രിമാർക്ക് പോകാം, NDAയിലെ മറ്റ് മുഖ്യമന്ത്രിമാർക്ക് പോകാം, കേരളത്തിലെ പിണറായിക്ക് പോകാൻ പാടില്ല, ധനകാര്യ മന്ത്രിക്ക് പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് വിവേചനമല്ലേ? എന്റെ നേരെ പറയുന്നു, നമുക്ക് നൽകിയ അരി പോലും, അരിയുടെ പൈസ പോലും തിരിച്ചു കേട്ടു. റേഷൻ കട വഴി അരി തന്നില്ലേ? അരിയുടെ പൈസ പോലും തിരിച്ചു കേട്ടവനാണ് ഇവർ. ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഭിക്ഷ കൊടുത്തിട്ട് ഭിക്ഷ കൊടുത്തതിന് ശേഷം പിന്നീട് 2-ാം ദിവസം വരുമ്പോൾ ആ ഭിക്ഷക്കാരനോട് ഞാൻ ഇന്നലെ തന്നതിന്റെ പൈസ എടുത്ത് ലോകത്താരെയും ചോദിക്കുമോ? നീ യോഗം വയ്ക്കണ്ടേ? നിങ്ങൾ മറുപടി പറയണ്ടേ? ഈ പ്രളയത്തിന് നമുക്ക് തന്ന അരിയുടെ പൈസ പോലും അവസാനം കേരളത്തിന്റെ അസംബ്ലിയിൽ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞോ, നിങ്ങളുടെ നയാ പൈസ വേണ്ട, ഞങ്ങളിതാ പൈസ കുടിച്ചുക എല്ലാം തീർത്തിരിക്കുന്നു. കോവിഡ് വന്നില്ലേ? ഞാൻ എല്ലാ വിഷയവും പറയും. ഇവിടെ 105 വയസ്സായ മുത്തശ്ശിമാരെ അടക്കം വിദേശത്ത് നിന്ന് വന്നവരെ രക്ഷിച്ച് അവരവസാനം വണ്ടിയിൽ കയറി ടാറ്റ അടിച്ചിട്ട് പറഞ്ഞിട്ട് പോയപ്പോ അവര് പറഞ്ഞു, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ, അതാണ് ഇനി എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ വരണം. മരണത്തെ തടം നിർത്തിയില്ലേ? എന്താ മോഡി പറഞ്ഞത്? മോഡി പറഞ്ഞത് ഈ കോവിഡ് മാറാൻ വേണ്ടി വക്കീലെ എന്താ പറഞ്ഞത്? പാത്രം അല്ലേ, പാത്രം തട്ടണം. ടെറസിന്റെ മുകളിൽ കയറി പാത്രം തട്ടിയാ മതി. അതുകൊണ്ട് നിന്നില്ല. ചില കൃക മന്ത്രിമാര് UP-യില് എന്താ പറയുക, ചാണകക്കൂടിനകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. ചാണകം കലക്കി കുടിച്ചാൽ കോവിഡ് മാറുമെന്ന് പറഞ്ഞ BJP-യുടെ MP-മാർ ഈ രാജ്യത്തുണ്ടായിരുന്നില്ലേ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ? മരണപ്പെട്ട ബന്ധുക്കളുടെ മൃതശരീരം പോലും മാന്യമായി അടക്കാൻ സന്മനസ് കാണിക്കാത്തവരാണ് ഉത്തരേന്ത്യയിലെ ഭരണാധികാരികൾ. ഈ പുണ്യ നദികളെന്ന് അവർ അവകാശപ്പെടുന്ന നദികളിലൂടെ നൂറുകണക്കിന് മൃതശരീരങ്ങൾ ഒഴുകിയില്ലേ? ഉറ്റവരുടെയും ഉടയവരുടെയും അച്ഛന്റെയും അമ്മയുടെയും മൃതശരീരം ചാക്കിൽ കെട്ടി പായിൽ പൊതിഞ്ഞ് ആറ്റിന്റെ കരയിൽ കൊണ്ടുവച്ചങ്ങ് തള്ളിവിട്ടിട്ട് ആ മൃതശരീരം ഒഴുകുന്ന കാഴ്ച കണ്ട് കണ്ണീരോടെ തിരിച്ചു വരുന്ന എത്രയോ മക്കളെ നമ്മൾ ഫോട്ടോയിലൂടെ കാണാൻ കഴിഞ്ഞു, ഇല്ലേ? കേരളത്തിൽ അങ്ങനെയുണ്ടോ? കേരളത്തിൽ അതാണ് കേരളത്തിന്റെ ഒരു കേരള മോഡൽ. ഇതൊരു മോഡലാണ്. രണ്ടാമത് നിപ വന്നില്ലേ? നിപ വൈറസ് കോഴിക്കോട് ഒരു ഡോക്ടറുടെ ജീവൻ അപകരിച്ചു. അവിടെ അല്ലേ ഒരു നേഴ്സിന്റെ, ഡോക്ടറല്ല നേഴ്സിന്റെ പറഞ്ഞില്ലേ, ഒരു നേഴ്സിന്റെ ജീവൻ അപകരിച്ചു. അവിടെ ഓടിയെത്തി നമ്മുടെ ആരോഗ്യ മന്ത്രി അവിടെ എത്തുകയാണ്. മരിക്കണമെങ്കിൽ ഞാൻ ആദ്യം മരിക്കട്ടെ, സൈല ടീച്ചർ പറഞ്ഞു. രണ്ടാമത് ഇവ വന്നപ്പോൾ നമ്മുടെ വീണ ജോർജ് അവർ അവിടെ പോയി. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കേരളത്തിലെ ഭരണകൂടം സടകുടഞ്ഞ് എഴുതിട്ടില്ലേ? അതിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഭാഗമായി നിപ വൈറസിനെ കേരളത്തിൽ നിന്ന് നമുക്ക് ഓട്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ 32 ലക്ഷം പേർ, അത്രയേ ഉള്ളൂ പെൻഷൻ. വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അഗതി പെൻഷൻ, കർഷക പെൻഷൻ, നിർമ്മാണ മേഖലയിലെ പെൻഷൻ, ക്ഷേമനിധിയിലുള്ള പെൻഷൻ, തയ്യൽ തൊഴിലാളി പെൻഷൻ എല്ലാം കൂടി ചേരുമ്പോൾ 32 ലക്ഷം. ഇപ്പൊ 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുകയാണ്. അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപ പെൻഷൻ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ 1000 രൂപയാക്കും, പെൻഷൻ വീട്ടിൽ കൊണ്ടുവരും. സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി ഇരിക്കുകയാണ് രാധാകൃഷ്ണൻ സാർ. വീട്ടിൽ കൊണ്ട് കൊടുത്തില്ലേ? കുടിശ്ശിക തീർത്ത് കൊടുത്തില്ലേ? പലർക്കും സംശയമായി എണ്ണിക്കൊണ്ടിരുന്നു, വെളുക്കൊടുക്ക എണ്ണി. ഇത് സംശയം, ഇതെന്റെ പൈസയാണോ? അടുത്ത വീട്ടിൽ പോയി ചോദിച്ചു, അവിടെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. സംശയം കേൾക്കാൻ പോയത് മനസ്സിലായില്ലേ?
നേരെ വിളിക്കുമ്പോ അവരെ തട്ടി വിളിക്കുകയാണ് സഹകരണ സംഘത്തിലെ ജീവനക്കാർ. എന്താ അവര് മറന്നുപോയി, അവര് വെക്കേണ്ട കാര്യം മറന്നു. കാരണം ഇതിന് കിട്ടൂല. പക്ഷെ അവർക്ക് പ്രതീക്ഷയുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്. നിങ്ങളുടെ കുടിശ്ശിക തീർത്തുള്ള പെൻഷൻ ഇതായിരിക്കുന്നോ? അങ്ങനെ 18 മാസത്തെ കുടിശ്ശിക കൊടുത്തില്ലേ? മഞ്ചുളത്താർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ? കിട്ടാതെ ഉണ്ടെന്ന് നിങ്ങൾ പറ. നിങ്ങളേതൊരു പ്രതിഫലമായി ഒരു പൈസ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? വാങ്ങാൻ പാടില്ലെന്നാണ് ഗവൺമെന്റ് നയം. വാങ്ങിയിട്ടുമില്ല. മനസ്സിലായില്ലേ? പിറകേക്ക് കൊണ്ട് ഓടി. കാരണം അവര് തന്നെ അംഗം വിട്ടത് അവരുടെ പൈസയാണോ? ആരും വാങ്ങിയില്ല. ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ, LDFന്റെ പ്രകടന പത്രികയിൽ 2500 രൂപ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സഖാവേ ഇത്തവണ കൂട്ടുമോ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ കണ്ട ആരെങ്കിലും പെൻഷൻ കാര്യം ചോദിക്കുമോ? എന്താ കാര്യം? ഇവര് 18 മാസത്തെ കുടിശ്ശിക ഇവര് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഓണത്തിന് പോലും 1 മാസത്തെ പെൻഷൻ കൊടുക്കാത്ത ഭരണാധികാരികളായിരുന്നു UDFന്റെ. BJP ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അവരുടെ വകുപ്പിൽ ഈ പെൻഷൻ അജണ്ട ഇല്ല. അപ്പൊ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ഈ കേരളത്തിന്റെ അസംബ്ലിയിൽ പറഞ്ഞത് സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്ന മുറയ്ക്ക് പെൻഷൻ വർദ്ധിപ്പിക്കും. അടുത്ത ഏപ്രിൽ മുതൽ മാസം തോറും വീട്ടിൽ കൊണ്ടു കൊടുക്കും. ഏപ്രിലിന് മുമ്പ് മുടങ്ങിക്കിടക്കുന്ന പെൻഷന്റെ കുടിശ്ശിക തീർക്കും എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ അസംബ്ലിയിൽ പറഞ്ഞാൽ അതാണ് ഗ്യാരണ്ടി. മോഡി പറയും പോലെ. മനസ്സിലായില്ലേ? അതിലേക്ക് തന്നിരിക്കും. 2500 രൂപ ആക്കും. അതിലും ഒരു തടസ്സവും വേണ്ട. ഇപ്പൊ ഒരു എന്താ ഒരു റോസക്കുട്ടി, ഏതൊരു മറിയക്കുട്ടി നടക്കാണ് കോൺഗ്രസ്. ഒരു മറിയക്കുട്ടി. അവരൊക്കെ പിന്നെയാണ് 2 ഏക്കർ റബ്ബർ തോട്ടൊക്കെ ഉണ്ടെന്നുള്ളത് പിന്നെ പത്രത്തിൽ വരും. അവർക്ക് എത്ര വയസ്സായി? അവരിപ്പോ പെൻഷൻ അർഹതയാണോ? അവരുടെ വയസ്സ് കണക്കാക്കിയപ്പോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അവർക്ക് പെൻഷൻ ഉണ്ട്. 18 മാസത്തെ കുടിശ്ശിക. ഒരു ചട്ടിയും ആരും എടുത്തു കൊടുത്തില്ല. ഒരു ഏഷ്യാനെറ്റും അവരോട് പറഞ്ഞില്ല അല്ലേ? ഒരു മാതൃഭൂമി ചാനലും പറഞ്ഞില്ല. ഒരു പത്രവും പറഞ്ഞില്ല. കോൺഗ്രസ്സുകാരൻ ഒരു ചട്ടി എടുത്തു കൊടുത്ത് മറിയക്കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നടന്നു അല്ലേ? അപ്പോഴാണ് പത്രത്തിൽ വരുന്നത് കഴിഞ്ഞ മാസവും 24,000 രൂപ ഒരു പറ്റി. തൊഴിലുറപ്പിലും അല്ലാതെയും എല്ലാം കൂടെ അവർ പറ്റി. അവർക്ക് പട്ടിണി കിടക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന മറിയക്കുട്ടിയെ പോലെയുള്ളവർ അന്ന് പ്രതിഷേധിച്ചില്ല. ഇന്ന് പ്രതിഷേധിക്കുന്നു. അതല്ലേ? അത് പ്രതിഷേധം അത് സൃഷ്ടിക്കുകയാണ്, ക്രിയേറ്റ് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ അത് കൊടുക്കാൻ ബാധ്യതയാണ് നമ്മൾ. 64 ലക്ഷം പേർക്ക്. അത് നമ്മുടെ അസറ്റല്ലേ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. ഇനി കൊടുക്കേണ്ട കാര്യമില്ല, അതിന് കൊടുക്കേണ്ട എന്ന് പറഞ്ഞില്ലേ? അതാണ് ക്ഷേമ പെൻഷൻ. വികസനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ. ഒരു 7 വർഷത്തിന് മുമ്പുള്ള മഞ്ചുള റോഡാണോ ഇപ്പൊ കാണുന്നത്? നിങ്ങൾ നെയ്യാറ്റിക്കര പോയാൽ, തിരുവനന്തപുരത്ത് പോയാൽ, നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും 7-7.5 വർഷത്തിന് മുമ്പുള്ള കേരളമാണോ? വികസനത്തിന്റെ കാര്യത്തിൽ ഈ പാറശാല മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലും സംസ്ഥാനത്തും 1-ാം സ്ഥാനത്താണെന്ന് എല്ലാവരും പറയുകയല്ലേ? അത് തന്നെയാണ് സംസ്ഥാനത്ത് എല്ലായിടത്തും. അതുകൊണ്ടാണ് ഞങ്ങൾ നവകേരള സദസ് കുന്നത്തുകാൽ 25,000-ലധികം ആള് വന്നു എന്ന് എതിരാളികൾ പറഞ്ഞില്ലേ? അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു, പരാതി കൊടുക്കാൻ പറഞ്ഞു. ആളുകൾ പറഞ്ഞത് വെറുതെ. ഇപ്പൊ പരാതികളെല്ലാം പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് സഖാവ് CK ഹരീന്ദ്രൻ MLA ഇന്നലെ ഡൽഹിയിൽ ഞാൻ വിളിച്ചിരുന്നു. നല്ല തണുപ്പാണ്. അദ്ദേഹം ഇന്നലെ സമരത്തിന് പേരിക്കുക. സമരത്തിന് മാത്രമല്ല താണുള്ളേ. ഞാൻ വരുമ്പോൾ ഈ ROBയുമായി, റെയിൽവേ ഓവർബ്രിഡ്ജുമായി ഒരു തീരുമാനം കൂടി എടുക്കേണ്ടതുണ്ട്. റെയിൽവേ വകുപ്പ് മന്ത്രിയെ കാണാൻ നിൽക്കുന്നു ഇന്നലെ പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞതാ. അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് ഒരു രോഗിയെ കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ കണ്ണങ്കുഴിയിൽ നമ്മുടെ
ചെമ്പൂരിൽ നിന്ന് വരുന്നവർ, മാനാമണ്ണിൽ നിന്ന് വരുന്നവർ ഒരു രോഗിയുമായി വന്നാൽ അവിടെ ഒരു 8-10 മിനിറ്റ് കിടക്കേണ്ടി വരും. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ 28 കോടി രൂപ മുടക്കി അമരോള കാരക്കോണ റോഡിന്റെ വികസനം നടക്കുന്ന കൂട്ടത്തിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ പണിയും തുടങ്ങിക്കാൻ അവിടെ റെയിൽവേ മന്ത്രിയെ കാണാൻ പോകും. ഞാൻ ആ വികസനത്തിന്റെ കാര്യം, ആരോഗ്യ രംഗത്ത് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മൾ ആശുപത്രി പോയി അവിടെ തുണ്ടെടുത്തുണ്ടോ, ഇപ്പൊ കുറിപ്പടിയുണ്ടോ? ചുറ്റുപാടുള്ള മെഡിക്കൽ ഷോപ്പുകാരെല്ലാം നമ്മൾ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ. കാരണം പഴയതുപോലെ ഡോക്ടർമാരുടെ കുറിപ്പ് വെച്ച് മരുന്ന് വിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. ഞാൻ എല്ലാം പറയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നീതി ആയോഗിൽ കേരളം ഒന്നാമതാണ്, വിദ്യാഭ്യാസത്തിൽ ഒന്നാമത്, ആരോഗ്യ രംഗത്ത് ഒന്നാമത്, അതല്ലേ? സ്ത്രീ ശാക്തീകരണത്തിൽ കേരളം ഒന്നാമതല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇനി പൈസ വേണ്ട, നിങ്ങൾക്ക് വീടുകളിൽ കക്കൂസുണ്ട്, നിങ്ങൾക്ക് നല്ല വീടുണ്ട്, നിങ്ങൾക്ക് നല്ല നടപ്പാതയുണ്ട്, വെള്ളം കുടിക്കേണ്ട കിണറുണ്ട്, നിങ്ങൾക്ക് വിദ്യാസമ്പന്നരാണ് നിങ്ങൾക്ക് ഇനി പൈസ വേണ്ടെന്ന ധിക്കാരത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് ഡൽഹി ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചു ഡൽഹിയിൽ, ഞാനിത് കേട്ടുകൊണ്ടിരുന്ന. എവിടെയെങ്കിലും വികസനം നടത്തിയതിന്റെ പേരിൽ, നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ കോട്ടമുണ്ടാക്കാൻ ഒരു ഗവൺമെന്റ് ശ്രമിക്കുന്നുവെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് ആണ്, അത് ഈ കേരളത്തോടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീതി ആയോഗിൽ ഒന്നാണ്. ഇവിടെ മുരളീധരനും സുരേന്ദ്രനും എല്ലാവരും വന്ന് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നമ്മുടെ ഗവൺമെന്റിനെ പരാതി പറയുമ്പോഴും പഴിക്കുമ്പോഴും ഇന്ത്യ ഗവൺമെന്റ് നീതി ആയോഗിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളാണോ? നമുക്കെന്തെങ്കിലും അതിൽ സ്വാധീനമുണ്ടോ? അവർ പറയുന്നത് ഇന്ത്യയിൽ കേരളം എല്ലാം ഒന്നാമത്, അതാണ് ഞങ്ങളുടെ ഒരു സംസ്കാരം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ ഇപ്പൊ UDF സമരം ചെയ്യുകയാണ്. UDF കൊടുക്കേണ്ട കാര്യം എന്താ കാര്യം? UDF പറയാൻ കാര്യം, ഇത് കൊടുക്കാതിരുന്നാൽ, പെൻഷൻ കൊടുക്കാതിരുന്നാൽ, ആശുപത്രി അടച്ചുപൂട്ടിയാൽ, സ്കൂളുകൾ അടച്ചിട്ടിരുന്നാൽ, റോഡുകൾ നടക്കാൻ പറ്റാതിരുന്നാൽ, മനസ്സിലായില്ലേ? ഇന്നലെ മോഡിയുടെ പ്രസംഗം കോൺഗ്രസുകാരെങ്കിലും കേട്ടോ? ഇന്ത്യൻ പാർലമെന്റ് മോഡിയുടെ, നരേന്ദ്രമോദിയുടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞു 40 സീറ്റ് ഇനി കോൺഗ്രസ് മാത്രമേ ഇത് പറയാൻ കഴിയൂ. ഇത് ജനാധിപത്യമാണ് രാജ്യത്ത്. നിങ്ങൾക്കറിയാം 1975 ജൂൺ മാസം 26-ാം തീയതി അർദ്ധരാത്രി രണ്ടുപേർ റോഡിൽ നിന്നാൽ പോലീസ് വണ്ടിയിൽ അവരെ തൂക്കിക്കയറ്റി വണ്ടിയിൽ കയറ്റുകയാണ്. എവിടെ കൊണ്ടുപോയി അറിയാൻ പറ്റൂല, വെളുക്കെ വർദ്ധിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നടത്തിയ ഐതിഹാസികമായ സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് 1977 ഇന്ത്യ രാജ്യത്ത് ഒരു കോൺഗ്രസിന്റെ ഗവൺമെന്റ് വന്നത്. അന്ന് ഇന്ദിരാഗാന്ധി തോറ്റു. ലോകത്തില്ല, റോഡിൽ കയറിയാൽ പോലീസ് പിടിച്ചോണ്ട് പോകും. റേഡിയും വെച്ചുകൊണ്ട് തെങ്ങിന്റെ മൂട്ടിലിരിക്കുമ്പോൾ അന്ന് വെളുക്കെ വോട്ടെണ്ണലാണ്, ജയിക്കുന്നവരെ എണ്ണണം, അതാണ് കാര്യം. പക്ഷേ 1977 ജയിക്കുന്നവരെ എണ്ണാൻ പറ്റിയില്ല. എല്ലാ കുതന്ത്രങ്ങളെയും അവഗണിച്ചുകൊണ്ട് വോട്ടെണ്ണിയപ്പോൾ അമേഠിയിൽ സഞ്ജയ് ഗാന്ധി തോറ്റു, റായ്ബറേലി ഇന്ദിരാഗാന്ധി തോറ്റു. അങ്ങനെ കാലക്കുണത്തുന്ന ഒരു വലിയ വണ്ടിയിൽ, ഇന്നത്തെ പോലെയല്ല, പശുവും തോറ്റു കന്നും തോറ്റു എന്നാണ്. പശുവും കന്നുമാണ് അന്നത്തെ അടയാളം, പണ്ടത്തെ ആളുകൾക്ക് അറിയാം. ഇപ്പൊ മോഡി മുടിചൂടാ മന്നനായി. ഞാൻ തന്നെയല്ല, ഞാനാണ് ഗ്യാരണ്ടി, എനിക്ക് ശേഷം പ്രളയമാണ്, ഞാനല്ലാതെ മറ്റാരുമില്ലെന്ന് പറയല്ലേ? ഇത് ധിക്കാരമാണ്. ഇവിടെ നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു വരുന്നുണ്ട്. ബീഹാറിലുണ്ടായ സംഭവവികാസങ്ങളെല്ലാം നിസ്സാരമാണ്. ആ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയം വരുമ്പോൾ ഈ NDA സഖ്യം ഒലിച്ചു പോകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.
എവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല. എന്താ കാര്യം? എവർ പറഞ്ഞതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. 15 ലക്ഷം കൊടുത്തോ? ഇവിടെ മന്ത്രിമാർക്ക് കിട്ടിയോ? കമ്മ്യൂണിസ്റ്റുകാരനെ കൊടുക്കണ്ട, കോൺഗ്രസ്സുകാരനെ കൊടുക്കണ്ട. ഈ പോസ്റ്റോട്ടിക്കാൻ നടന്ന, താമരയ്ക്ക് വേണ്ടി ജയിപ്പിക്കാൻ നടന്ന ഈ RSSകാരന് കൊടുത്തോ? 15 ലക്ഷം കൊടുത്തോ? 15 രൂപ കൊടുത്തോ? പറ, കൊണ്ടേ പറ. പിന്നെ എന്താ ഗ്യാരണ്ടി? 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാം പറഞ്ഞില്ലേ? 40 രൂപയ്ക്ക് ഡീസൽ കൊടുക്കാം പറഞ്ഞില്ലേ? വാതകം വീട്ടമ്മമാർക്ക് ഫ്രീ ആയി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? രാസവളത്തിന്റെ സബ്സിഡി ഉണ്ടോ? എല്ലാം നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? സാധാരണക്കാരനെ ദുരിതത്തിൽ അഴുത്തിക്കൊണ്ട് നിങ്ങൾ കോർപ്പറേറ്റുകളെ, അദാനിക്ക് വേണ്ടിയുള്ള ഭരണം. ഞാൻ ഈ സംസാരിക്കുമ്പോഴും ഒരാളെങ്കിലും മണിപ്പൂരിൽ മരിച്ചു കാണും വെടിയേറ്റ്. അവിടെ മെയ്തേ വിഭാഗവും കുക്കി വിഭാഗവും ഗവൺമെന്റിന്റെ മിഷണറി കൊള്ളയടിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി അവർ ആയുധം കൊണ്ട് നടക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു കേന്ദ്രമന്ത്രി തീവ്രവാദികൾ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പറഞ്ഞു, CPM-ന്റെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത ബഹുമാനമുള്ള അധ്യക്ഷ, അതേപോലെ തന്നെ ഉദ്ഘാടകൻ, ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.